ഞാൻ ഊണ് കഴിച്ചിട്ടില്ല. ഞാൻ ഊണ് കഴിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ ചോറില്ല, കൂട്ടാനില്ല, അച്ഛനില്ല. എനിക്കിത്തിരി ചോറ് എനിക്കിത്തിരി ചോറ് തരോ? വെച്ചട്ടാ പെണ്ണിനെ കണ്ടേ കരിമീനെ കണ്ടേ, അടുത്ത വീട്ടിലെ ചക്കര പറഞ്ഞ ചീരമ്മ. തതിനെന്താ താതിനെന്താ താതിനെന്താ തെയ്യന്തരാ, താതിനെന്താ തെയ്യന്തരാ. ഓരിലെ താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം. ഇപ്പൊ ഒരുപാട് പാട്ടുകാർ വരുന്നുണ്ട് രഞ്ജു, ഒരുപാട് ആൾക്കാർ ഇളക്കി മറിക്കുന്നതുണ്ട്. പക്ഷേ ഈ ഓരോരുത്തർ ഇളക്കി മറിക്കുമ്പോൾ ഇന്നത്തെ ജനറേഷനിൽ പല പിള്ളേരും വിചാരിച്ചിരിക്കുന്നത് ഇവരൊക്കെയാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷെ മണിച്ചേട്ടൻ പണ്ടേ വിട്ട കഥയല്ലേ, ആള് കത്തിച്ചു കൂട്ടിയത്. അതങ്ങനെയാണ്. അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രത്യേക ടോണാ മണിച്ചേട്ടൻ പാടുമ്പോൾ. വെറുതെ ഓർക്കസ്ട്ര ഒന്നും വേണ്ട, വെറുതെ ഇരുന്ന് ചിമ്മന കേൾക്കാനും ഭയങ്കര സുഖം. അതുകൊണ്ടൊക്കെ ഞാനും ഒക്കെ ഇഷ്ടപ്പെടാൻ കാരണം നമുക്കത് മനസ്സിനകത്ത് കയറിപ്പോയി. ആ കയറിപ്പോയി ഇഷ്ടം ഏതവൻ വിചാരിച്ചാലും പറിച്ചു കളയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആ ഇഷ്ടം കൊണ്ട് തന്നെ ഇപ്പൊ പെർഫോമൻസ് ചെയ്യുമ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെങ്ങനെ എത്രയ്ക്കോ മനോഹരമാക്കാൻ പറ്റുമോ അത് നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. അതെ, അതൊരിക്കലും ആ മനോഹരമാക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. ഞാൻ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ഡയലോഗ് ഉണ്ട്, ഞാൻ പകരക്കാരനല്ല കലാകാരനാണ്. തീർച്ചയായിട്ടും ഇതിപ്പോ പറഞ്ഞപ്പോ എന്റെ ഓർമ്മയിൽ വന്നത് രഞ്ജു മണിച്ചേട്ടനെ വിറ്റ് ജീവിക്കുന്നു. അതെ, കണ്ടിട്ടുണ്ടോ കമന്റ്? പിന്നെ എന്താണ് അതിന് പറയാനുള്ള മറുപടി? അതിനിപ്പോ ഞാൻ മുമ്പ് വേറെ ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അങ്ങനെ വിറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സിമ്പിൾ ഒരു കാര്യം പറയാം, പെട്ടെന്ന് മനസ്സിലാകും. കൃഷ്ണ ജയന്തി, ഗാന്ധി ജയന്തി, അല്ലെങ്കിൽ ഓണം, മാവേലി, ക്രിസ്മസിന് അപ്പൂപ്പന്റെ വേഷം ഇട്ടിട്ട് ഇതേ ദിവസങ്ങളിലൊക്കെ അതേ ക്യാരക്ടേഴ്സിന്റെ രൂപത്തിലും ഭാവത്തിലും കുട്ടികളായാലും വലിയവരായാലും റോട്ടിലൂടെ നമ്മൾ ജാഥ വിളിച്ച് പോകണുണ്ട്. ഗാന്ധി ജയന്തിയുടെ അന്ന് ഗാന്ധിജിയെ പോലെ ഒരാൾ വടികുത്തി ഇങ്ങനെ നടക്കും. ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ വേഷങ്ങൾ കാണാം. അല്ലെങ്കിൽ മറ്റേ ശ്രീകൃഷ്ണൻ ജയന്തിക്ക് ശ്രീകൃഷ്ണനെ കാണാം എന്ന് വെച്ചിട്ട് നമ്മൾ ഈ സാധനം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണന് പകരം ശ്രീകൃഷ്ണൻ മാത്രം ഉപ്പോളം വരൽ ഉപ്പിലിട്ട് നായ്മ എഴുതും. ഒന്നും മറന്നിട്ടില്ല, ഇല്ല, എഴുതില്ല. അല്ലെങ്കിൽ ഗാന്ധിജി നീയൊക്കെ എത്ര എന്തൊക്കെ കാണിച്ചാലും ഈ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ അടുത്തുപോലത്തെ യോഗ്യത നിനക്കില്ല എന്നാലും പറയോ? അതെന്തുകൊണ്ടാ? അത് അവരൊക്കെ മഹാന്മാരാ. എന്നുപോലെ തന്നെ മണിച്ചേട്ടൻ ഒരു മഹാനായ മനുഷ്യനായതുകൊണ്ട് പകരക്കാരനില്ല എന്ന് പറയാൻ ഒരു കാരണം കൂടി ഉണ്ട്. മണിച്ചേട്ടനെ പറ്റി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അജിൻ ബ്രോക്കെ ആയാലും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ എല്ലാവർക്കും അവരവർ തന്നെയുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ നഷ്ടപ്പെട്ടാൽ നമ്മുടെ വീട്ടുകാർക്കാണ് നമ്മുടെ വീട്ടുകാരാണ് നമുക്ക് വിലപ്പെട്ടത്. നമ്മളെ വിലപ്പെട്ട് നമ്മുടെ വീട്ടുകാർക്കാ. നമ്മുടെ പോലെ വേറെ ആരെങ്കിലും വന്നിട്ട് ഞാനാന്ന് പറഞ്ഞാൽ ഞാനും സമ്മതിക്കോ? ഇല്ല. എന്ന പോലെ തന്നെ എല്ലാവർക്കും അവരവർ തന്നെ പകരക്കാരുള്ളൂ. ആരും പകരക്കാരാവില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മഹാനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു മൾട്ടിപ്പിൾ എന്താ പറയുക ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. ഡാൻസ്, പാട്ട്, ഫൈറ്റ്, സിംഗർ, പിന്നെ അതുപോലെ എന്താ വേണ്ട ഇവിടെ മണിച്ചേട്ടന്റെ പാട്ടിൽ പോലെ തന്നെ അരികുറുക ചെറുകുറുക ചീരക ചെമ്പക വിത്തെല്ലാം പാകുന്നേൻ ഞാറ് പറിക്കുന്ന മുടിഞ്ഞാറ് കെട്ടി എറിയുന്നേ, പെണ്ണിനെ കണ്ടേ കരിമീനെ കണ്ടേ, അടുത്ത വീട്ടിലെ ചക്കര പറഞ്ഞ ചീരമ്മ. തതിനെന്താ തെയ്യന്തരാ, താതിനെന്താ തെയ്യന്തരാ എന്ന പോലെയാണത്. അതായത് അരികുറുക ചെറുകുറുക ചീരക ചമ്പാവ. ഒരു സദ്യയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടി ഒരു വിഭവം സമൃദ്ധമായ ഒരു ഊണ് കഴിക്കുന്ന ലാഘവമാണ് മണിച്ചേട്ടന്റെ ഒരു പാട്ട്. അതായത് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വിളിച്ചാല് 10 പേരുടെ ഒറ്റ സ്വരം മതി മണിച്ചേട്ടൻ. അല്ലേ, ഈ കലാകാരന്മാർക്ക് മാത്രമേ റിലാക്സ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ആ കലാകാരന്മാർ റിലാക്സ് ചെയ്യിപ്പിക്കുമ്പോൾ ആ കലാകാരന്മാരെ ഇപ്പൊ ഷൗട്ട് ചെയ്യുന്ന കാലഘട്ടമാണ്. അതെ, ഷൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒരാളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവ് പറ്റത്തില്ല. അതിന്റെ ഒറ്റ പേരുള്ള കലാകാരന്മാർ. അതിപ്പോ ഏത് ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, അപ്പൊ ഏത് തരം, ഇപ്പൊ മിമിക് ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, ഏത് രീതിയിലായാലും ഒരാളെ, ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവൻ കലാകാരൻ. അതിലിപ്പോ എല്ലാം പെടും. അതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ, ഒരു മാറ്റമില്ല. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് എടുത്തു പറയാം. മുകളിലിരിക്കുന്ന ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് മാലാകമാരെങ്കിൽ ഭൂമിയിലെ മാലാകമാരെന്ന് പറഞ്ഞ കലാകാരന്മാരാ. കറക്റ്റാ. അതാണ് ഇപ്പൊ കലയെ ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഇപ്പൊ നേരത്തെ അജിൻ ബ്രോ പറഞ്ഞ പോലെ മണിച്ചേട്ടനെ വിറ്റ് ജീവിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, കമന്റിൽ പറഞ്ഞത്. അല്ല, അജിൻ ബ്രോ കമന്റിൽ പറഞ്ഞ അതാ ഞാൻ ഉദ്ദേശിച്ചത്. മണിച്ചേട്ടനെ വിറ്റ് ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ തൊണ്ട കൊണ്ടാണ് പാടുന്നത്. അല്ലാതെ ഞാൻ മണിച്ചേട്ടൻ പാടിയ ഒരു പാട്ട്
ഇട്ടിട്ട് ലിപ്പ് കൊടുക്കല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്വന്തം ശബ്ദം ആ നേരം നമുക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് മണിച്ചേട്ടൻ്റെ പാട്ട് മണിച്ചേട്ടൻ്റെ ശൈലിയിൽ പാടാനായിട്ട് നോക്കുന്നു. അല്ലാതെ ഞാൻ പാടിക്കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല. രഞ്ജുവിന്റെ എന്നാലേ എനിക്ക് ശബ്ദത്തിലൊന്ന് പാടൂ. അതെ, നമുക്ക് കേൾക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പാട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതിലൊരു റിക്വസ്റ്റ് ഉള്ളത്, ഞങ്ങൾക്ക് രഞ്ജുവിന്റെ സൗണ്ടിലും കേൾക്കണം, മണിച്ചേട്ടന്റെ സൗണ്ടിലും കേൾക്കണം. ആ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പൊ എന്നാ മണിച്ചേട്ടന്റെ പാട്ട് ഞാൻ പാടി. ഓക്കെ, അതന്നെ ഏറ്റവും നല്ല പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. മാപ്പറാണ് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എഴുതിയ ഹിറ്റായുള്ള ഒരു സോങ് ഉണ്ട്. ആ പാട്ടിന്റെ പേരാണ് ഉമ്പായി കുച്ചാണ്ട് അല്ലേ? ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ അജിംബ്രായ് ബ്രോയ്ക്ക് അത് വരികൾ വരെ ഇപ്പൊ തന്നെ ബൈഹാർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ വരി ഒന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് 2 ടൈപ്പില്. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ഉമ്പായി കുച്ചാണ്ട് എൻ്റെ പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. വയറ് കത്യാളി എൻ്റെ കൊടല് കത്തണുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴാക്കണുമാ. വയറ് കത്യാളി എൻ്റെ കൊടല് കത്തണുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴാർക്കണുമാ. അതായത് ഇതില് സംഭവം എന്താ വെച്ചാൽ മണിച്ചേട്ടൻ്റെ പാട്ടുകൾക്കൊക്കെ എടുത്തു നോക്കി അറിയാൻ പറ്റും. മണിച്ചേട്ടൻ സ്പെസിഫിക് ആയിട്ട് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ കുറെ ബ്രിഗുകളുണ്ട്. അതാണ് ആ പാട്ടിന് ഭംഗി കൊടുക്കുന്നത്. ഓക്കെ, അത് ഞാനിപ്പോൾ ഫിൽട്ടർ ചെയ്ത് 2 സ്റ്റൈല് പാടാൻ പഠിച്ചതുകൊണ്ട് ഇപ്പോഴാണ് ഞാനത് പഠിച്ചത്. ഇത്ര നാളും എനിക്കിത് എന്താണ് എല്ലായിടത്തും പലരും പറയാറുണ്ട്, കമന്റ്സിലൊക്കെ പറയാറുണ്ട്, രഞ്ജുവിന്റെ ശൈലി പാടൂ. പക്ഷെ അങ്ങനെ പാടിയാൽ ആരും അത് അംഗീകരിക്കില്ല. രഞ്ജു ഇപ്പം ഞാൻ തുറന്നു പറയുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയുക, രഞ്ജുവിന്റെ ശബ്ദം നല്ലതാണ്, രഞ്ജുവിന്റെ പാട്ടുകൾ പാടാം. മണിച്ചേട്ടൻ പാടി വെച്ച പാട്ട് രഞ്ജുവിന്റെ സൗണ്ടിൽ പാടിയാൽ അത് മലയാളികൾ ഏറ്റെടുക്കത്തില്ല കേട്ടോ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞു, ഒരാളെയും ഇതാക്കി പറയണല്ല, ഞാൻ അതിനെ പോസിറ്റീവായിട്ടുള്ള ഒരു കമന്റ് പറയുന്നത്. ഓക്കെ, അതിൽ ഞാൻ ആദ്യമേ തന്നെ ഈ പേര് പറയുന്നതിൽ ക്ഷമ ഞാൻ ചോദിച്ചുകൊണ്ട് തന്നെയാണ് പേര് പറയുന്നത്. വിധു ചേട്ടൻ എനിക്ക് പ്രിയപ്പെട്ട സിംഗറാണ്, വിധു പ്രതാപ്. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ഷോകളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മണിച്ചേട്ടന്റെ ഒരു പാട്ട് വിധു ചേട്ടൻ പാടുന്നത് ഞാൻ കാണാണ്ടായി. അതിന്റെ കമന്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ കമ്പാരിസൺ ചെയ്തിരിക്കുകയാണ് എല്ലാം. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? അതായത് എന്തിനാണ് ഇത് പാടുന്നത്, ഇത് പാടാൻ പാടില്ല, മണിച്ചേട്ടന്റെ പാട്ട് വെറുതെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കൊളവാക്കി, അങ്ങനെ പല പല കമന്റ്സും ഉണ്ട്. അപ്പൊ ഞാൻ അതിന് എന്റെ വ്യക്തിപരമായ ഒരു കമന്റ്സ് ഞാൻ അതിനകത്ത് രേഖപ്പെടുത്തി. എന്തായിരുന്നു? ഓരോ ആൾക്കാർക്ക് അവരുടെ ഫ്ലേവർ ഉണ്ട്. ഇപ്പൊ വിധുചേട്ടന്റെ പാട്ട് നേരെ മറിച്ച് മണിച്ചേട്ടനാണ് പാടിയിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും വരിക? മണിച്ചേട്ടന്റെ പാട്ടുകൾ നമ്മൾ മണിച്ചേട്ടന്റെ ശബ്ദത്തിലൂടെ കേട്ടു. മണിച്ചേട്ടൻ വേറൊരു പാട്ട് പാടി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രേക്ഷകർ എന്തായിരിക്കും പറയുക എന്നുള്ളത് കൂടി ചിന്തിക്കണം. അത് ചിലപ്പോൾ മണിച്ചേട്ടൻ അതിനെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് പാടുമായിരിക്കും, നമ്മൾ ആരും കേട്ടിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു വല്ലം പൊന്നും പൂവും പാട്ടെടുക്കാന്ന് വിചാരിക്കാം, MG സാറ് പാടിയത്. ഓരിലത്താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം. ഇങ്ങനെയായിരിക്കും വരാം MG ശ്രീകുമാർ സാറ് പാടുമ്പോൾ ശൈലി. ഇത് മണിച്ചേട്ടൻ പാടുമ്പോൾ ഇങ്ങനെയല്ല, ഈ ഓരില തന്നെ മാറിപ്പോകും ചിലപ്പോൾ. എന്റെ ഇമാജിനേഷൻ ആണ്. അതിലിപ്പോ ഇതിനിപ്പോ ആരും എന്നെ വധിക്കരുത്, ഒരിക്കലും ഇമാജിനേഷൻ ആണ്, എന്റെ കല ഇതായിട്ട് കണ്ടാൽ മതി. ഓരിലത്താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തൊടുനെറ്റിപ്പൂവിലൊരുക്കാം. അങ്ങനെ പാടുള്ളൂ. അതായത് ഈ സംഗതികളാണ് അതിന്റെ മാറ്റം വരുത്തുന്നത്, ഈ ശൈലിയിലുള്ള മാറ്റം. രഞ്ജു കണ്ട സംഗതികൾക്കുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ചിലപ്പോ ഓടപ്പഴം പോലൊരു പെണ്ണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാരും പാടുമ്പോ ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി, ഇങ്ങനെ പാടാം. മണിച്ചേട്ടൻ പാടുമ്പോ ഓടപ്പഴം പോലൊരു പെണ്ണിന് അവസാനം സംഗതി വേണ്ടി ഞാൻ ഈ സംഗതി അലഞ്ഞോ നാണ്ടി അങ്ങനെ വരും. എന്നാ ഒബ്സർവേഷൻ, അത് ആൾക്കാർക്ക് ഇഷ്ടാവില്ല. അത് കളിയാക്കണതല്ല, ഞാൻ ഓരോ സിംഗേഴ്സിനും ചെയ്തു വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അതെ, ആ ശൈലിയിൽ പാടിയ ആൾക്കാർക്ക് ഇഷ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ വിധുചേട്ടന്റെ കാര്യം പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് വിധുചേട്ടന്റെ വോയിസിൽ വിധുചേട്ടന്റെ ശൈലിയിലാണ് പാടിയത്. അതെ, അത് അദ്ദേഹത്തിന്റെ സ്റ്റൈല്.
എന്ന് വെച്ചിട്ട് ഇന്ത്യൻ പീനൽ കോഡിൽ ഇത് ഇന്ന പാടാൻ പറ്റത്തില്ലെന്നൊന്നും എഴുതിയിട്ടില്ല. എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇല്ല, അതെ. അത് ഇന്നതേ പാടാവൂ, ഇന്നാള് പാട്ട് ഇങ്ങനെ പാടിയാൽ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്തോ മറ്റുള്ള സിംഗേഴ്സിൽ നിന്ന് മണിച്ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ പാടിയ ഏകദേശം ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ പോലും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതലും ഈ ശൈലി അതിനകത്ത്. മണിച്ചേട്ടൻ ഇമോഷണൽ സീൻ ഡയലോഗ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയാം. പഞ്ചപാണ്ഡവർ എന്നൊരു സിനിമയുടെ ലൊക്കേഷനിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് ശ്രമിക്കാം. ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് പഞ്ചപാണ്ഡവർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനുണ്ടായ ഒരു അവസ്ഥ പറ്റിയാണ്. അന്ന് ഞാനുണ്ട്, വിജയരാഘവൻ ചേട്ടനുണ്ട്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചുറ്റിരിക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് തരുമോ? അപ്പം ഞാൻ പറഞ്ഞു, മോനെ അങ്ങോട്ട് തായോ, ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് തരാൻ ഒപ്പിട്ട് കൊടുത്ത് ഈ പയ്യൻ എന്നോട് ചോദിക്കുക, എൻ്റെ പേരെന്താ, ചേട്ടൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു, മോനെ എൻ്റെ പേരാണ് കലാഭവൻ മണി. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കേണ്ട സമയമായി. അപ്പോൾ പ്രൊഡക്ഷനിലെ ആൾ വന്നിട്ട് പറഞ്ഞു, പോ അങ്ങോട്ട് മാറിന്നേ, ദാദി പയ്യൻ പിടിച്ച് മാറ്റിയാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പയ്യനോട് പറഞ്ഞു, മോനെ ചേട്ടൻ മണിച്ചേട്ടൻ ഊണ് കഴിക്കാൻ പോവാ, ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കായില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ എന്നോട് പറയാ, ചേട്ടൻ ഊണ് കഴിക്കാൻ പോവാ, ചേട്ടൻ ഊണ് കഴിക്കാൻ പോവാണോ? ഞാൻ പറഞ്ഞു, അതേ മോനെ ചേട്ടൻ ഊണ് കഴിക്കാൻ പോവാ, ഞാൻ ഊണ് കഴിച്ചിട്ടില്ല, എൻ്റെ വീട്ടിൽ ചോറില്ല, കൂട്ടാനില്ല, അച്ഛനില്ല, എനിക്കിത്തിരി ചോറ് തരോ വെച്ചിട്ടാ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സങ്കടം വന്നുപോയി. വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വിളിയാണ്. അത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്തായാലും വിശപ്പ് അനുഭവിക്കുന്ന എൻ്റെ അനുഭവം കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും വേണ്ടി കണ്ണീരുണങ്ങാത്ത ഒരു പാട്ട്. ആ പാട്ട് അങ്ങ് പാടിക്കോ. വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ ഇത്ര നേരാകിയിട്ടും എന്തമ്മേ കഞ്ഞി തരാത്തതെന്തേ, ഇത്ര നേരാകിയിട്ടും എന്തമ്മേ കഞ്ഞി തരാത്തതെന്തേ, അമ്മിഞ്ഞ കാലം വരെ നിനക്കു ഞാൻ ഞാൻ തന്നില്ലേ, അമ്മിഞ്ഞ കാലം വരെ നിനക്കു ഞാൻ ഞാൻ തന്നില്ലേ, ഇപ്പൊ നിനക്കു തരാൻ ഈ അമ്മയുടെ നെഞ്ചിലെ ചൂടയുള്ളൂ, ഇപ്പൊ നിനക്കു തരാൻ ഈ അമ്മയുടെ നെഞ്ചിലെ ചൂടയുള്ളൂ, വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ.